അജീഷായിരുന്നു ഇലക്ഷൻ ക്ലാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ദുരൂഹമായൊരു മരണമായിട്ടാണ് പൊതുജന സംസാരം. ആ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഇലക്ഷനുകൾക്ക് അജീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്ററോടൊപ്പം ചേരുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അജീഷിന് ഈ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള സമ്മർദ്ദമാണ് ഒരുപക്ഷെ മരണത്തിന് കാരണമായിരിക്കാമെന്ന്. താങ്കൾ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു? അതായത് ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട്. കാരണം അവിടെയുള്ള ജീവനക്കാർ തന്നെ ചുമതല ഏറ്റെടുത്തപ്പോൾ ആ ചുമതല പിന്നീട് ഏറ്റെടുക്കേണ്ട എന്ന് ജോയിൻറ്റ് ഡയറക്ടർ പറയുകയും അതിൻ്റെ ഭാഗമായി ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടുള്ള കത്തിൽ ഈ പരാമർശം വരികയും ചെയ്തിട്ടുണ്ട്. ജീവനക്കാർ തന്നെ അജീഷിൻ്റെ മരണം എല്ലാ അവിടെയുള്ള ജീവനക്കാരും പ്രതിപാദിച്ചിട്ടുണ്ട്. അജീഷായിരുന്നു ഇലക്ഷൻ ക്ലാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ദുരൂഹമായൊരു മരണമായിട്ടാണ് പൊതുജന സംസാരം. ആ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ഷനിൽ പിന്നെ എന്തോ അത് ക്രമക്കേട് നടത്താൻ ആരോ നിർദ്ദേശിച്ചിട്ടാണോ, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോഗിൻ ആരോ ഉപയോഗിച്ചോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെപ്പറ്റി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ വലിയ വ്യാപകമായ ക്രമക്കേടാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നായി സംശയിക്കുന്നുണ്ട്. അതായത് ക്രമക്കേട് എന്ന് പറഞ്ഞാൽ എല്ലാം രേഖ അവസാനം ഇന്നലെ കിട്ടിയിട്ടുള്ള രേഖയിൽ പറയുന്നത്, അവിടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സൂപ്രണ്ടായിട്ടുള്ള അവർ കൊടുത്ത രേഖയിൽ പറയുന്നത്, ഒരു രേഖയും ഈ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ പേര് നീക്കിയത് സംബന്ധമായിട്ടോ ബൾക്കായിട്ട് ഒഴിവാക്കിയത് സംബന്ധമായിട്ടോ വാർഡ് ഷിഫ്റ്റ് ചെയ്തത് സംബന്ധമായിട്ടോ ഒരു രേഖയും ഈ പഞ്ചായത്തിലില്ല. അതെല്ലാം സെക്രട്ടറിയുടെ കൈവശമാണെന്നാണ്. സെക്രട്ടറി കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഇതുവരെയും വന്നിട്ടില്ല. കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് സെക്രട്ടറിയെ കാണുവാനില്ല എന്നുള്ള പോസ്റ്റർ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. കലക്ട്രേറ്റിൽ ഞങ്ങൾ കൂടിയിട്ടുള്ള യോഗം ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്ടറുമായി സംസാരിക്കുമ്പോൾ സെക്രട്ടറിയെയും അദ്ദേഹം കലക്ടർ വരാൻ വേണ്ടി പറഞ്ഞു. ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു, സെക്രട്ടറി പുറത്തിട്ട് വിളിച്ചോട്ടെ സാർ. വിളിക്കാൻ പോയ ഇവർക്ക് അദ്ദേഹത്തെ കിട്ടിയില്ല എന്ന് മാത്രമല്ല ആ സമയം അദ്ദേഹം സ്വിച്ച് ഓഫ് ആക്കി ഫോണ്. കലക്ടറുടെ മുമ്പാകെ വരാൻ പോലും തയ്യാറാകാത്ത സെക്രട്ടറിയെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ടെർമിനേഷനാണ് അതിലേറ്റവും ഉചിതമായ മാർഗം. അതല്ലാതെ ഒരു നാട് മുഴുവൻ പ്രായമുള്ള ജനങ്ങളടക്കം ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക, അന്യായമായി എന്ത് ചെയ്യുക, വാർഡ് വിഭജനം നടത്താൻ കൂട്ടു നിൽക്കുക, പരാതി കേൾക്കാതെയും ആക്ഷേപം സ്വീകരിക്കാതെയും മാറി നിൽക്കുക, പരാതി നോട്ടീസ് ബോർഡിൽ, അതായത് ഒരാളെ ഒഴിവാക്കുമ്പോൾ നോട്ടീസ് ബോർഡിൽ 7 ദിവസം ഉണ്ടാകണമെന്ന നിയമം ലംഘിക്കുക, അങ്ങനെ പൂർണ്ണമായും നിയമലംഘനം നടത്തി പാർട്ടിയുടെ വക്താവായി അല്ലെങ്കിൽ ഏതോ വ്യക്തിയുടെ വക്താവായി ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കണം. ഇത്ര നീചമായ പ്രവൃത്തി അദ്ദേഹത്തിന് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ശക്തമായ ഇടപെടലുകളോ അല്ലെങ്കിൽ സ്വാധീനമോ ഉണ്ട്. അത് ഏത് രൂപത്തിലുള്ള സ്വാധീനമാണ് എന്നിപ്പോൾ പറയാൻ കഴിയില്ല. നമ്മൾ കരുതുന്നത് വളരെ ശക്തമായ എന്തോ ഒരു സ്വാധീനം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അല്ലാതെ ഇത്രയും കൃത്യമായി ഇത്രയും വോട്ടർമാരെ, പ്രായമുള്ളവരടക്കമുള്ള ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അജീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയണം. അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറി അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക അതിനെ വേണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുകയാണ് റസാഖ് മാസ്റ്റർ. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.